ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗിബ്ലി ഫോട്ടോ AI എഫക്റ്റ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ഈ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗിബ്ലി ഫോട്ടോ AI എഫക്റ്റ്. ഇത് നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും, കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് വെബ്സൈറ്റുകൾ ഇതിനായിട്ടുണ്ട്. ആ വെബ്സൈറ്റുകളൊക്കെ ഞാൻ സന്ദർശിച്ച് നോക്കി, പക്ഷേ അതത്ര പെർഫെക്റ്റ് അല്ല. അതായത് നമ്മളിട്ട ഡ്രസ്സ്, നമ്മുടെ ഫേസ്, അതുപോലെ തന്നെ ഷൂസ്, എല്ലാ കാര്യങ്ങളും മാച്ച് ആകണ്ടേ. അപ്പോൾ അത് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ChatGPT-യിലാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഈ ഒരു ഗിബ്ലി ഫോട്ടോ AI എഫക്റ്റിലേക്ക് ഒന്ന് മാറ്റി നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ChatGPT എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യണം. നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുവരെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ അപ്പ് കൊടുക്കുക. ഗൂഗിൾ ID നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതാണ് നിങ്ങളുടെ ഗൂഗിൾ ID അത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ സൈനപ്പ് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇവിടെ സൈനപ്പ് ആവും. ചിലപ്പോൾ നിങ്ങളുടെ പേരും ഇതൊക്കെ ഇവിടെ കാണിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തതാണ്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആകും. അതിൽ നിന്ന് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഫോട്ടോസ് എന്ന ഈ ഒരു ഭാഗം ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ഫോട്ടോ ഇതിലേക്ക് സെലക്ട് ചെയ്യാണ്. ഫാമിലി ഫോട്ടോ ആണെങ്കിലും ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തു. ഇവിടെ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എഫക്റ്റിലേക്ക് ഈ ഒരു ഫോട്ടോ കൊണ്ടുവരണമെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ടൈപ്പ് ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടേൺ ദിസ് ഇൻ ടു ഗിബിൾ സ്റ്റൈൽ സ്റ്റുഡിയോ എന്ന് മാത്രമാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ഓക്കെ, എന്നാലും ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആ ഒരു ഏരോ മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഏരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഏരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ എനിക്കിവിടെ താഴെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 3 മിനിറ്റോട് അടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫോട്ടോ ഇതുപോലെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു ഫോട്ടോ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഇവിടെ തന്നെ എഴുതി കാണിക്കും. മറ്റൊരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ എഴുതി കാണിക്കും. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ആ ഒരു ഫോട്ടോ കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ടോ എന്ന്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഒരു ഫോട്ടോ, ആ ഒരു ടീഷർട്ടും ആ ഒരു കളറും ആ ഒരു ചെരുപ്പും എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു ചെടികളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ആ ഒരു വീടും എല്ലാം കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് മുകളിലുള്ള ഫോട്ടോ. ആ വീടും ആ ചെടികളും അതും എല്ലാം കൃത്യമായിട്ട് താഴെയുള്ള ഫോട്ടോയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആ ഒരു ഫോട്ടോയിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്ന ഭാഗമുണ്ട്. എന്നെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഗാലറി ഞാൻ തുറന്നു. ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ആ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ആ ഒരു പിക്ചർ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ജനറേറ്റ് ചെയ്ത പിക്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, വളരെ കൃത്യമായിട്ട് അതേ രൂപത്തിൽ തന്നെ എനിക്ക് ആ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. അത് ChatGPT-യിൽ മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു വീടും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം കൃത്യമായിട്ട് ഈ ഒരു ഫോട്ടോയിലുള്ള പോലെ തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ, കുട്ടികളുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ ഫ്രീ ആയിട്ട് ChatGPT-യിലൂടെ ഈ ഒരു രൂപത്തിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഈ ഒരു എഫക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 2 to 3 മിനിറ്റ് എങ്കിലും എടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.